ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നിങ്ങളൊരു 10 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനാവശ്യമുള്ളത് 2 തക്കാളി, ഒരു മീഡിയം സൈസ്, 2 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതിപ്പോൾ അരിഞ്ഞിട്ടാലും മതി. നിങ്ങൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണോണ്ട് ഒരു പേസ്റ്റ് പോലെ നമ്മൾ എടുക്കുകയാണ്. ചിലർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യും, ഇഞ്ചി വെളുത്തുള്ളി. ഇതിലിപ്പോൾ അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെക്കുക. അടുത്തത് നമ്മൾ ബട്ടർ യൂസ് ചെയ്യാട്ടെ, എപ്പോഴും നല്ലത്. ഞാൻ പനീർ ക്യൂബായിട്ട് മുറിച്ച് വെച്ചു. ഇനി ഒരു പീസ് ബട്ടർ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പനീർ ജസ്റ്റ് ഒന്ന് ഈ ബട്ടറിൽ ഒന്ന് തിരിച്ച് മറിച്ചും ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം ബട്ടർ ഇട്ടിട്ട് വളരെ കുറച്ച് എമൗണ്ട് മതി. പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു, 2 ഗ്രാമ്പു, ബട്ടർ ചൂടാകുമ്പോൾ നമ്മൾ അതിലോട്ട് 2 ഗ്രാമ്പു, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പട്ട, ബേ ലീഫ് ഇട്ടാലും നല്ലതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയാൽ മതി, കരിച്ച് കളയരുത്. എന്നിട്ട് പിന്നെ ആഡ് ചെയ്യുക സവാളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടിയും ഇട്ടിട്ട് വഴറ്റുക. അത്രയേ ഉള്ളൂ. അത് ഒരു നല്ല ഡ്രൈ ആവണ്ട, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി. എന്നിട്ട് നമ്മളത് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് പോലെ എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടിയിട്ട് വഴറ്റുക കുറച്ച് നേരം. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കും. ഉപ്പിടണം, ആവശ്യത്തിന് ഉപ്പിടണം. ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പൊടികളിടുക. പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പൊടിയുടെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനൊരു 2 മിനിറ്റ് എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. തക്കാളി ആഡ് ചെയ്തിട്ടൊരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അത് നന്നായിട്ടൊന്ന് ഉടയണം. ഒരു 5 മിനിറ്റ്സ് മൂടി വയ്ക്കണം. ഈ ടൈമിൽ നമുക്ക് കുറച്ച് കാഷ്യൂവും കുറച്ച് കസൂരി മേത്തിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ കാഷ്യൂ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇത് മാറ്റിയിട്ട്
ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് പനീർ ഇതിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് കസൂരി മേത്തി, കുറച്ച് മല്ലിയില, ഇത്രയേ ഉള്ളൂ കറി. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് പനീർ ആഡ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് കസൂരി മേത്തി ആഡ് ചെയ്യുക, കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുക. ലാസ്റ്റ് നമ്മളൊരു കുഞ്ഞി ബട്ടർ കൂടി ആഡ് ചെയ്യുക. പനീർ ബട്ടർ മസാല റെഡി. നമുക്കിനി ഇത് പനീർ ബട്ടർ മസാല ഒരു സർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.